മെമ്പറോട് നമ്മളിത് പറയേണ്ട ആവശ്യമില്ല. ഒരിത് നേരിൽ കണ്ടതല്ലേ, സംഗതികളൊക്കെ കണ്ടതല്ലേ, നമുക്ക് ഇങ്ങനത്തെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ മുന്നേ തെരുവുനായ ശല്യം ഉണ്ട്, അങ്ങനത്തെ ഇങ്ങനെ നമ്മളെ കുട്ടിക്ക് സംഭവിച്ചാറല്ലേ ഇങ്ങനത്തെ ഒരു സംഗതി അറിഞ്ഞത്. മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എൻ്റെ കുട്ടി രണ്ടാമത്താണ്. എത്ര കാലമായിട്ട് മെഡിക്കൽ കോളേജ് വന്നിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു അത്. ഈ നായി കടിച്ച് ഇങ്ങനെ വിഷബാധ സംഭവിച്ചത് മെഡിക്കൽ കോളേജിൽ രണ്ടാമത്താണ് എൻ്റെ കുട്ടി വന്നിട്ടുള്ളൂ എന്നാണ് അവര് പറഞ്ഞത്. അതൊന്നും അറിയില്ലല്ലോ. ഇപ്പം ഭരണാധികാരികളോട് എന്താണ് പറയാനുള്ളത്? കാരണം തെരുവുനായ ശല്യം കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കുട്ടി ഏതായാലും ഇനി കിട്ടൂല, നമുക്ക് ഇനി ഏതായാലും ഇങ്ങോട്ട് വരൂല. ഇനി ഇതാർക്കും സംഭവിക്കരുത് എന്നുള്ളൊരു ഇതാണ്. എല്ലാ നായ്ക്കളും അതിൻ്റെതായിട്ടുള്ളൊരിത് ചെയ്യണം. സാറ് പറഞ്ഞ പോലെ കൂട്ടിലാക്കിയിട്, അങ്ങനത്തെ സംവിധാനം ചെയ്യണം. വേറെ മാർഗമില്ല. കാരണം ഇവിടെ 100-ലിപ്പോൾ 50% നായ്ക്കൾക്കും വിഷബാധ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത്. കാരണം ഈ നായ്ക്കളെ ഒപ്പം ഉമ്മനീര് തട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത് മറ്റേ നായ്ക്ക് ഇത് പകരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ ഉമ്മനീര് തട്ടി ഈ നായിൻ്റെ കൂടെ കിടന്നവർക്ക് എല്ലാ നായ്ക്കൾക്കില്ല. ആ നായ്ക്കൾ അങ്ങനെ മാറി പോവല്ലേ. അപ്പോൾ ആ നായ്ക്കൊക്കെ ഉണ്ടാവുന്നല്ലേ.